ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി നല്ല കളറാകുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളറായി കരിഞ്ഞു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. എന്നാലും നല്ലൊരു കളറാവുന്നത് വരെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു കളറും കിട്ടും കേട്ടോ. ചെറു ചൂടുള്ള വെള്ളം ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മാവൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടുള്ള മാവൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ പഞ്ചസാര സിറപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അങ്ങോട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 കഷ്ണം പട്ടയും ഏലക്കായും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയിലേക്ക് 2 മുട്ട ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമലൈസ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും കൂടി വിസ്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്കിയും കൂടി കാരമലൈസ് ചെയ്ത സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള ആ ഒരു സിറപ്പ് വേണം നമ്മൾ ആ കാരമലൈസ് ചെയ്ത പാനിയാണ് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് ഇനി ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത് ഒരു 1/4 ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറൊന്ന് ചൂടായതിന് ശേഷം നന്നായിട്ട് ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൂടി വെച്ച് 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ മേലെയായിട്ട് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ചിലപ്പോൾ അടിയിലേക്ക് പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തത്. ചുറ്റുഭാഗത്തും കുറേശ്ശെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നടുക്കിലായിട്ട് കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കറുത്ത മുന്തിരിയൊക്കെ കുറച്ച് താന്ന് പോയിട്ടുണ്ട്. നടുക്കിലായിട്ട് ചെറുതായിട്ട് ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ആ ചൂടോടുകൂടി നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്